നമസ്കാരം, ഞാൻ ഡോക്ടർ ഹേമലത, കൺസൾട്ടൻറ്റ് ACUT ഹോസ്പിറ്റൽ പട്ടം. നിങ്ങൾക്കറിയാം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഈ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഹെപ്പറ്റോട്രോപിക് വൈറസ്, ലിവറിനെ ബാധിക്കുന്ന വൈറസിൻ്റെ ഗണത്തിൽപ്പെടുന്ന വൈറസാണ്. അത് ഫുഡ് ബോൺ അല്ലെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ട്, അശുദ്ധജലത്തിൽ കൂടിയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ കൂടിയും ഒക്കെയാണ് സാധാരണ ഈ വൈറസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഈ വൈറസ് ബാധ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസം മുതൽ 45 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. അതായത് ലക്ഷണങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ്, അണുബാധ ഉണ്ടായി ലക്ഷണങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പേ ഉള്ള സമയം. അപ്പോൾ ആ സമയം വരെ പ്രത്യേകിച്ചും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതിനുശേഷം വിശപ്പില്ലായ്മ, ക്ഷീണം, പനി, പിന്നെ ജനറലൈസ്ഡ് ബോഡി ഏക്ക്, അതായത് ദേഹം വേദന, ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം ലിവറിന് ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വയറിന് വേദന വരാം, ചിലപ്പോൾ വയറിളക്കം വരാം, ശരീരത്തിൽ മഞ്ഞ നിറം, കണ്ണിലും മൂത്രത്തിലും ഒക്കെ മഞ്ഞ നിറം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ വരുമ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ്, ലിവറിൻ്റെ എൻസൈംസ് SGOT, SGPT തുടങ്ങിയ എൻസൈംസ് കൂടുതലാണോ. വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു ലിവറിന് നാശീകരണം ഉണ്ടാക്കാറുണ്ട്. അതുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യാം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് അറിയുന്നത് IgM ഹെപ്പറ്റൈറ്റിസ് ആൻറ്റി HAV എന്ന് പറയുന്ന ഒരു ടെസ്റ്റിൽ കൂടിയാണ്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ഒക്കെ അതിൽ നിന്നും നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് സ്വയമേ തന്നെ നോർമലാകുന്ന ഒരവസ്ഥയാണ്. കുറച്ച് ആഴ്ചകൾക്കകം ലിവർ വന്നിട്ട് സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് മാറും. പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് സാധാരണ മെഡിസിൻസ്, അതായത് നിങ്ങൾക്ക് ലക്ഷണങ്ങൾക്ക് മാത്രമേ ചികിത്സ വേണ്ടുകയുള്ളൂ. പ്രത്യേകിച്ചും വൈറൽ ഹെപ്പറ്റൈറ്റിസിന് എയ്ക്കെതിരെയുള്ള ആൻറ്റിവൈറൽ മരുന്നുകളൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നോർമലി അത് സപ്പോർട്ടീവ് തെറാപ്പി കൊണ്ട് ശരിയാകും. പ്രിവെൻഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. 1 വാക്സിൻ, 2 പരിസര ശുചിത്വം. അതായത് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണവും ജലവും ഉപയോഗിക്കാതിരിക്കുക, കുടിവെള്ളം തിളപ്പിച്ചാറിച്ച് ഉപയോഗിക്കുക, പരിസര ശുചിത്വം പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അതായത് വയറിളക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ കൈകൾ വളരെ നന്നായിട്ട് വൃത്തിയായി കഴിയുന്നതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുകയും മറ്റു കാര്യങ്ങളിലും ഏർപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും.